മധ്യപ്രദേശിലെ ചെറിയ പട്ടണങ്ങളിലും ഭോപ്പാലിലും ഹിന്ദുമതസ്ഥരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ച് ആസൂത്രിത ലൈംഗിക ചൂഷണ റാക്കറ്റുകൾ ഉയർന്നു വരുന്നതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ പ്രവർത്തന രീതി ഇങ്ങനെയാണ്. ഹിന്ദു സ്ത്രീകളുമായി ഇവർ സൗഹൃദമുണ്ടാക്കുന്നു. അതിനുശേഷം അവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ഇതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് ലവ് ജിഹാദ് സംഘങ്ങളുടെ പുതിയ പ്രവർത്തന രീതിയെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ കുറച്ചു മാസത്തിനിടെ ലവ് ജിഹാദ് കേസുകളുടെ എണ്ണം ഉയരുന്നതായും 12 പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതായും മധ്യപ്രദേശ് പോലീസ് അറിയിച്ചു. വിവാഹമോചിതയായ ഒരു 35-കാരിയും ഇരകളിൽ ഉൾപ്പെടുന്നു. 14-കാരനായ മകനൊപ്പമാണ് യുവതി താമസിച്ചിരുന്നത്. ഇതിനിടെ നദീം എന്നയാളുമായി പ്രണയത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ യുവതിയെ പലതവണ പീഡിപ്പിക്കുകയും ചെയ്തതായി എഫ്ഐആറിൽ പറയുന്നു. പിന്നീട് വിവാഹിതയാകണമെങ്കിൽ യുവതി ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് നദീം ആവശ്യപ്പെട്ടു. മകൻ സുന്നത്ത് ചെയ്യണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടതായി എഫ്ഐആറിൽ പറയുന്നു. ഇയാൾ വിവാഹിതനാണെന്ന വിവരം പിന്നീടാണ് അറിഞ്ഞതെന്നും യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. ഈ നദീം വീട്ടിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ കാട്ടി യുവതിയെ മതപരിവർത്തനം നടത്താൻ ഭീഷണിപ്പെടുത്തി. ബുർഖ ധരിക്കാൻ യുവതിയെ നിർബന്ധിച്ചു. പോരാത്തതിന് ഇയാളുടെ അനുവാദമില്ലാതെ വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. ശാരീരിക ഉപദ്രവം വർദ്ധിച്ചപ്പോൾ യുവതി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് കേസ് വെളിച്ചത്ത് വന്നത്. മധ്യപ്രദേശിലെ റൈസനിൽ ജോലി ചെയ്യുന്ന പോലീസുകാരി ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ടു. അമൻ എന്ന് പരിചയപ്പെടുത്തി ഇഷ്തിയാഖ് എന്നയാൾ യുവതിയെ വിവാഹം കഴിക്കുകയായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കുകയും പോലീസുകാരി പരാതി നൽകുകയും ചെയ്തത്. ഫർഹാൻ എന്നയാൾക്കെതിരെ ഒരു യുവതി നൽകിയ പരാതിയെ തുടർന്ന് ഹിന്ദു കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടിരുന്ന ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ അറസ്റ്റിനെ തുടർന്ന് യുവതികളെ പീഡിപ്പിക്കുന്ന 1 ഡസനോളം വരുന്ന വീഡിയോകളും പോലീസ് കണ്ടെടുത്തു. ഫർഹാനു പുറമെ സാഹിൽ അലി, സാദ്, നബീൽ, അബ്രാൾ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. ഫർഹാനാണ് സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. ഭോപ്പാലിൽ പഠിക്കുന്ന ചെറിയ ഗ്രാമങ്ങളിൽ നിന്നുള്ള കോളേജ് വിദ്യാർത്ഥികളായിരുന്നു സംഘം ലക്ഷ്യമിട്ടിരുന്നത്. കോളേജിലെ മറ്റു പെൺകുട്ടികളെ പരിചയപ്പെടുത്താനും ഇവർ ഇരകളോട് ആവശ്യപ്പെട്ടിരുന്നു. അശോക് ഗാർഡനിൽ നൃത്ത ക്ലാസ് നടത്തിയിരുന്ന സാഹിലാണ് ഇവരുടെ കൂട്ടത്തിൽ മറ്റൊരംഗം. ഹിന്ദു പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ അലി ഇതിൻ്റെ ദൃശ്യങ്ങൾ ഫർഹാന് കൈമാറിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മെക്കാനിക്കായ സാദാണ് പെൺകുട്ടികളെ ഫർഹാന്റെ വീട്ടിൽ എത്തിച്ചിരുന്നത്. ഇയാൾക്ക് മയക്കുമരുന്ന് വിൽപ്പനയും ഉണ്ടായിരുന്നു. ഇവരുടെ സംഘത്തിൽപ്പെട്ട നബീലും അബ്രാറുമാണ് പെൺകുട്ടികളെ പീഡിപ്പിക്കാനായി മുറികൾ തയ്യാറാക്കിയിരുന്നത്. ഇരകളെ ഇവർ ഹുക്ക ലോഞ്ചുകളിലും പബ്ബുകളിലും കൊണ്ടുപോകുമായിരുന്നു. മയക്കുമരുന്ന് നൽകിയതിനു ശേഷമാണ് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നത്. സംഘത്തിൽപ്പെട്ട ഹമീദ് എന്നയാൾ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തതായും പോലീസ് പറയുന്നു. തൻ്റെ പ്രവൃത്തികൾക്ക് മതപരമായ പ്രതിഫലം കിട്ടിയിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ ഫർഹാൻ പറഞ്ഞതായും പോലീസ് വ്യക്തമാക്കുന്നു.